എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ഏപ്രിൽ 23-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് ഇനി ഏറ്റവും അടുത്ത് ലഭിക്കുന്ന പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളാണ് പറയുന്നത്. ഇനി നമുക്ക് ഏറ്റവും ആദ്യം ലഭിക്കുക സ്ത്രീ സുരക്ഷാ പെൻഷനാണ്. സംസ്ഥാന സർക്കാരിൻ്റെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലേക്കുള്ള അപേക്ഷകരുടെ എണ്ണം ഇപ്പോൾ കുതിക്കുകയാണ്. പദ്ധതി തുടങ്ങിയത് ഫെബ്രുവരിയിലാണ്. 10.05 ലക്ഷം പേരായിരുന്നു ഉണ്ടായിരുന്നത് എങ്കിൽ ഇപ്പോൾ 18.18 ലക്ഷമായി ഇത് ഉയർന്നിട്ടുണ്ട്. ഏപ്രിൽ മാസത്തെ പെൻഷൻ വിതരണം ഉടൻ തുടങ്ങും. ഇത് വിതരണത്തിന് വേണ്ട നടപടികൾ സർക്കാർ തലങ്ങളിൽ നിന്നും ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. 35 വയസ്സ് പൂർത്തിയായ സ്ത്രീകൾക്ക് എപ്പോൾ വേണമെങ്കിലും പെൻഷന് അപേക്ഷിക്കാം. എന്നാൽ ഇതുവരെ 12 ലക്ഷത്തോളം ആളുകൾ ഇതിലേക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടില്ല എന്നുള്ളത് വളരെ അത്ഭുതമാണ്. ഇതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടോ മറ്റ് തെറ്റിദ്ധാരണകൾ കൊണ്ടോ ആയിരിക്കും ഇവർ അപേക്ഷ നൽകാത്തത്. മറ്റ് എല്ലാ കണക്കിലും മുന്നിൽ ഉള്ളതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലാണ് അപേക്ഷകർ കൂടുതൽ. കാരണം ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള ജില്ല മലപ്പുറം ജില്ലയാണ്. 2.55 ലക്ഷമാണ് മലപ്പുറം ജില്ലയിലെ അപേക്ഷകരുടെ എണ്ണം. ഇവരിൽ 2.4 ലക്ഷം പേർക്ക് പെൻഷൻ ഇതിനകം തന്നെ കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയാണ് രണ്ടാം സ്ഥാനത്ത്. 1,91,000 പേരാണ് ഇവിടെ അപേക്ഷിച്ചത്. 1,69,000 പേർക്ക് ഇതിനകം തന്നെ തിരുവനന്തപുരം ജില്ലയിൽ പെൻഷൻ കിട്ടിയിട്ടുണ്ട്. ഏറ്റവും കുറവ് പത്തനംതിട്ട ജില്ലയിലാണ്. 51,479 പേരാണ് അപേക്ഷ നൽകിയത്. ഇതിൽ 44,851 പേർക്കാണ് ഇതിനകം പെൻഷൻ അനുവദിച്ച് വിതരണം ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. അപേക്ഷ നൽകിയിട്ടും 1 ലക്ഷത്തോളം ആളുകൾക്ക് ഇനിയും പെൻഷൻ അനുവദിച്ച് തുടങ്ങിയിട്ടില്ല. ഇത്തരം അപേക്ഷകൾ പരിശോധനയിലാണ്. 35 മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ള മഞ്ഞ, പിങ്ക് റേഷൻ കാർഡ് അംഗങ്ങളായ സ്ത്രീകൾക്കാണ് പെൻഷന് അർഹതയുള്ളത്. സംസ്ഥാനത്തു നിന്നു താമസം മാറുകയോ ജോലി കിട്ടുകയോ ചെയ്താലോ റേഷൻ കാർഡ് തരം മാറ്റി നീലയിലേക്കോ വെള്ളയിലേക്കോ മാറ്റുകയാണ് എങ്കിലോ കിട്ടിക്കൊണ്ടിരിക്കുന്ന പെൻഷൻ മുടങ്ങുന്നതാണ്. അനർഹമായി പെൻഷൻ വാങ്ങുന്നവർക്ക് 18% പലിശ സഹിതം വാങ്ങിയ തുക തിരിച്ച് ഈടാക്കുന്നതാണ്. കഴിഞ്ഞ മാസം 69,000 ആളുകൾക്ക് പുതുതായി പിങ്ക് റേഷൻ കാർഡ് ലഭിച്ചിരുന്നു. ഇതുവരെ വെള്ള, നീല റേഷൻ കാർഡിൽ ഉണ്ടായിരുന്നവരാണ് അവരെല്ലാം. പുതുതായി പിങ്ക് റേഷൻ കാർഡിൽ ലഭിച്ചിട്ടുള്ളവരിൽ 35 മുതൽ 60 വയസ്സുവരെ പ്രായമുള്ള സ്ത്രീകൾ ഉണ്ട് എങ്കിൽ അവർക്കും പദ്ധതിയിലേക്ക് അപേക്ഷ നൽകാവുന്നതാണ്. ഉടനെ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലെത്തി ബന്ധപ്പെട്ട രേഖകൾ മുഖാന്തരം അപേക്ഷ നൽകണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. എന്തൊക്കെ രേഖയാണ് വേണ്ടത്, എങ്ങനെയൊക്കെയാണ് എന്ന് നമ്മൾ പലതവണ പറഞ്ഞതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നില്ല. അപ്പോൾ ഇതുവരെ അപേക്ഷിക്കാത്ത ആളുകൾ അപേക്ഷ നൽകുക. അപേക്ഷ നൽകിയിട്ട് പെൻഷൻ ലഭിക്കാത്ത ആളുകൾ അപേക്ഷയുടെ തൽസ്ഥിതി പരിശോധിക്കുക. സ്റ്റാറ്റസ് പരിശോധിക്കുന്നതിലൂടെ അപേക്ഷ സ്ഥിരീകരിച്ചിട്ടുണ്ടോ, പെൻഷൻ തുക ലഭിക്കുമോ എന്നെല്ലാം കൃത്യമായിട്ട് അറിയാൻ കഴിയും. ഒന്നാം ഗഡു അതായത് ഫെബ്രുവരിയിലെ ആദ്യ ഗഡു ലഭിക്കുകയും രണ്ടാമത്തെ മാർച്ചിലെ ഗഡു ലഭിക്കാത്ത നിരവധി പേരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഏപ്രിൽ വിതരണം ചെയ്യുമ്പോൾ 2 ഗഡുക്കളായി 1,000 ചേർത്ത് 2,000 രൂപ ലഭിക്കും എന്നുള്ളതാണ് വിവരം. ഈ മാസം 25-ാം തീയതി മുതൽ വിതരണം ഉണ്ടായേക്കും എന്നുള്ളതാണ് വിവരം. 30-ാം തീയതിക്ക് മുമ്പ് എല്ലാവർക്കും തുക എത്തും എന്നുള്ളതാണ് പ്രതീക്ഷ. ജൂൺ 7-നാണ് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. നമ്മളെല്ലാം വിവിധ തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇനി പറയുന്ന കാര്യങ്ങൾ നിർബന്ധമായും കേൾക്കുക. അത് അവഗണിച്ച് കളയരുത്. കാരണം നമ്മൾ ക്യാൻസർ രോഗം ഉൾപ്പെടെയുള്ള മാരക രോഗത്തിന് അടിമയായി മരണത്തിലേക്ക് വരെ തള്ളിവിടാവുന്ന പ്രശ്നങ്ങൾ ഉണ്ട്. അത് എല്ലാ ആളുകളും മനസ്സിലാക്കണം. ചില റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അതായത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കഴിക്കുന്ന പല ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിലും രാസപദാർത്ഥങ്ങൾ, പ്രത്യേകിച്ച് മാരക രാസപദാർത്ഥങ്ങൾ ചേർക്കപ്പെടുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. നമ്മൾ മലയാളികൾ രുചി വൈവിധ്യങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ്. പലതരത്തിലുള്ള എരിവും പുളിയും ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരുമാണ്. മധുരത്തിന്റെ കാര്യവും മറിച്ചല്ല. എന്നാൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയിട്ടുള്ള പരിശോധന ലാബ് റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ നമ്മൾ ഞെട്ടലോടെ ചിന്തിക്കേണ്ട പല കാര്യങ്ങളും അതിലുണ്ട്. പ്രധാനമായും ഭക്ഷണങ്ങളുടെ പേര് കേട്ടാൽ പോലും നമ്മൾ ഞെട്ടിപ്പോകും. മലയാളികൾ കഴിക്കുന്ന പല ഭക്ഷണങ്ങളിലും കീടനാശിനികൾ ഉൾപ്പെടെ ഉണ്ട്. അനുവദനീയമല്ലാത്ത കൃത്രിമ നിറങ്ങളും ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഏറ്റവും ജാഗ്രത പാലിക്കേണ്ടത് മത്സ്യത്തിന്റെ കാര്യത്തിലാണ്. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ആരംഭിച്ചു. അതുകൊണ്ട് തന്നെ മത്സ്യലഭ്യത കുറവാണ്.
അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന മത്സ്യങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുന്നതിന് വേണ്ടി ഫോർമാലിൻ അടക്കമുള്ള മാരക രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നു. എല്ലാ സീസണിലും ഇത് പിടിക്കപ്പെടുന്നതാണ്. ശുദ്ധമായി ഇരിക്കേണ്ട സോഡകളിൽ 220% ബാക്ടീരിയയാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇൻസ്റ്റന്റ് പ്രീമിക്സ് ചായ, ശർക്കര മിക്സ്ചർ, മറ്റ് പലഹാരങ്ങൾ എന്നിവയിൽ മാരകമായിട്ടുള്ള കൃത്രിമ നിറമായിട്ടുള്ള ട്രാറ്റാസിൻ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് അനുവദനീയമായതിന്റെ പല മടങ്ങാണുള്ളത്. വിവിധ തരത്തിലുള്ള മസാലപ്പൊടികളിൽ കീടനാശിനികളുടെ അളവ് 1700 അധികം മടങ്ങാണ് എന്നും കണ്ടെത്തിയിട്ടുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഉൾപ്പെടെയുള്ള വിവിധ മസാലകളിൽ കീടനാശിനി സാന്നിധ്യമുണ്ട്. ബദാം ഫ്ലേവർ ഉള്ള ബ്രാൻഡഡ് പാലിൽ ബെൻസോയേറ്റ് എന്ന അനുവദനീയമല്ലാത്ത പ്രിസർവേറ്റീവും കണ്ടെത്തിയിട്ടുണ്ട്. വിവിധ കമ്പനികളുടെ ആട്ടയിൽ മായം ചേർന്നിട്ടുണ്ട്. ഇതുപോലെ വിവിധ തരത്തിലുള്ള ഭക്ഷ്യ എണ്ണകൾ, പാല്, തൈര്, സംഭാരം ഉൾപ്പെടെയുള്ളവയിൽ മാരകമായിട്ടുള്ള രാസവസ്തുക്കൾ ചേർത്തിട്ടുണ്ട് എന്നും കണ്ടെത്തി. അതുപോലെ സാമ്പിളായിട്ട് ശേഖരിച്ചിട്ടുള്ള ഗ്രീൻ പീസിൽ ഒട്ടും ചേർക്കാൻ പാടില്ലാത്ത സിന്തറ്റിക് കളർ ആഡ് ചെയ്തിട്ടുണ്ട്. പ്ലം കേക്കുകളിൽ ബെൻസോയിക് ആസിഡ്, മറ്റ് വിവിധ തരം കേക്കുകൾ സോർബിക് ആസിഡ് എന്നിവയും ചേർത്തതായി കണ്ടെത്തി. ഫ്രൈ ചെയ്ത് വരുന്ന സാധനങ്ങളിലും ടൂട്ടി ഫ്രൂട്ടി ഉൾപ്പെടെയുള്ള കളർ ഭക്ഷ്യ വസ്തുക്കളിലും സിന്തറ്റിക് കളറിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ പഴകിയ എണ്ണയിൽ പാചകം ചെയ്യുന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് തള്ളിവിട്ടേക്കാം. നമ്മുടെ നാട്ടിലെ പല ഫാസ്റ്റ് ഫുഡ് കടകളിലും തെരുവ് കച്ചവടങ്ങളിലും ഉപയോഗിച്ച എണ്ണ വീണ്ടും ഉപയോഗിക്കുന്നു എന്നുള്ളതും മാരകമായിട്ടുള്ള പ്രശ്നമാണ്. അപ്പൊ എല്ലാ ആളുകളും ഇത് മനസ്സിലാക്കുക. ഓരോ ജൂൺ 7 ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷ്യവസ്തുക്കളിൽ എത്രത്തോളം സുരക്ഷിതമാണ് എന്നുള്ളത് സ്വയം ഒന്ന് മനസ്സിലാക്കുന്നതും നല്ലതാണ്. പച്ചക്കറിയിലും ഫ്രൂട്ട്സിലും ഇതുപോലെ തന്നെ വളരെയധികം കീടനാശിനികൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതും മനസ്സിലാക്കുക. എന്തിനാണ് വിഷമില്ലാത്തത്, ഇതെല്ലാം നോക്കാൻ സർക്കാർ ഇല്ലേ എന്നുള്ള സ്ഥിരം ചോദ്യങ്ങൾ വന്നേക്കാം. പക്ഷേ നമ്മുടെ ശരീരം നമ്മുടേതാണ്. നമുക്കൊരു ജീവിതമേ ഉള്ളൂ. കുടുംബത്തിന്റെ അല്ലെങ്കിൽ മിനിമം നമ്മുടെയെങ്കിലും സുരക്ഷ നോക്കേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ് എന്നുള്ളത് ശ്രദ്ധിക്കുക. നമ്മുടെ നാട്ടിലെ കമ്പനികൾ അവരുടെ ലാഭത്തെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. അവിടെ മനുഷ്യജീവന് വിലയില്ല. പലപ്പോഴും സർക്കാരിന്റെ വകുപ്പുകളുടെ അന്വേഷണം പ്രഹസനം മാത്രമായി അവസാനിക്കുന്നു. എന്തെങ്കിലും മാരകമായിട്ടുള്ളത് പിടിക്കപ്പെട്ടാൽ കാരണം കാണിക്കൽ നോട്ടീസിലും ചെറിയ പിഴയിലും അതൊതുങ്ങുന്നു. ഇതാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ. അപ്പോൾ സ്വന്തം ജീവന്റെ കാര്യത്തിൽ എല്ലാവരും ശ്രദ്ധിക്കുക. ആധാറുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട പുതിയൊരു അപ്ഡേഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നേരത്തെ ഉണ്ട്, അത് കുറച്ചുകൂടി കാര്യക്ഷമമാക്കിയിട്ടുണ്ട്. ഇതാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. സർക്കാർ സേവനങ്ങൾ ജനങ്ങളിലേക്ക് വേഗത്തിൽ എത്തിക്കുന്നതിൻ്റെ ഭാഗമായി ഡിജി ലോക്കർ മുഖേന ആധാർ കാർഡ് വാട്സപ്പിലൂടെ ഡൗൺലോഡ് ചെയ്യാനുള്ള സൗകര്യം കേന്ദ്ര സർക്കാർ സജ്ജമാക്കി. മൈ ഗവ് ഹെൽപ്പ് ഡെസ്ക് ചാറ്റ് ബോട്ട് വഴിയാണ് ഈ സേവനം ലഭ്യമാക്കുന്നത്. UIDAI പോർട്ടലിലെ തിരക്കോ ക്യാപ്ച കോഡുകളുടെ നൂലാമാലകളോ ഇല്ലാതെ തന്നെ 24 മണിക്കൂറും ഈ സേവനം പ്രയോജനപ്പെടുത്താവുന്നതാണ്. വാട്സപ്പിലൂടെ ആധാർ കാർഡ് ലഭ്യമാകുന്നതിന് ആദ്യം 90 13 15 15 15 എന്ന മൊബൈൽ നമ്പർ സേവ് ചെയ്യുകയാണ് വേണ്ടത്. വാട്സപ്പ് തുറന്ന് ഈ നമ്പറിലേക്ക് ഹായ് അല്ലെങ്കിൽ നമസ്തേ എന്ന സന്ദേശം അയക്കുക. ചാറ്റ് ബോട്ട് നൽകുന്ന ഓപ്ഷനുകളിൽ നിന്നും ഡിജി ലോക്കർ സർവീസ് എന്നത് തിരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് ഡിജി ലോക്കർ അക്കൗണ്ട് ഉണ്ടോ എന്ന് ചാറ്റ് ബോട്ട് ചോദിക്കും. ഉണ്ടെങ്കിൽ യെസ് എന്ന് നൽകുക. അക്കൗണ്ട് ഇല്ലാത്തവർക്ക് ഡിജി ലോക്കർ വെബ്സൈറ്റ് വഴിയോ ആപ്പ് വഴിയോ നേരത്തെ അക്കൗണ്ട് വളരെ ലളിതമായി തുടങ്ങാൻ സാധിക്കുന്നതാണ്. സ്വർണ്ണവില ഇന്ന് നേരിയ രീതിയിലാണ് വർദ്ധിച്ചത്. ഗ്രാമിന് 15 രൂപ വർദ്ധിച്ച് 13,265 രൂപയും പവന് 120 രൂപ വർദ്ധിച്ച് 1,06,120 രൂപയും ആയിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ